രണ്ടുപേരും ഒന്നും മിണ്ടുന്നില്ലല്ലോ. നാണായിരിക്കില്ലേ? അങ്ങോട്ട് വല്ലതും പറയാനുണ്ടെങ്കിൽ എന്നോട് പറഞ്ഞാൽ മതി, ഞാൻ പോയി പറയാം. ഓക്കെ? അങ്ങോട്ട് വല്ലതും പറയാനുണ്ടെങ്കിൽ എന്നോട് പറഞ്ഞാൽ മതി, ഞാൻ പറഞ്ഞേക്കാം. പ്രത്യേകിച്ചൊന്നും പറയാനില്ല. അവിടെ പ്രത്യേകിച്ചൊന്നും പറയാനില്ലെന്ന്. എനിക്കും. അപ്പൊ ഞാൻ പോയേക്കാം. കപ്പ് വയ്ക്ക്. ലിസി പോയോ മോളെ? പോയി. അവൾ എന്തോ പറഞ്ഞു? പ്രത്യേകിച്ചൊന്നും പറഞ്ഞില്ല. അവളെ ആ ചെറുക്കിന് ഇഷ്ടപ്പെട്ടോ ആവോ? ഇഷ്ടപ്പെടാതിരിക്കാൻ എന്താ, ലിസി മെടുക്കിയല്ലേ. അതല്ല, അയാളുടെ മനസ്സിൽ വേറെ എന്തൊക്കെയോ ഉണ്ട്. ഇപ്പോഴത്തെ ചെറുപ്പക്കാരുടെ മനസ്സ് പഴമക്കാരായ ഞങ്ങൾക്കൊന്നും പരിചയമില്ലാത്തതാ. അവനിവിടെ പോയി ജോണി ഞായറാഴ്ചയായിട്ട്? കമ്പനിയിൽ എന്തോ ജോലിയുണ്ടെന്ന് പറഞ്ഞു. കുളിക്കാൻ ചൂടുവെള്ളം എത്തിയോ മോളെ? ഞാൻ കുളിമുറിയിൽ എടുത്ത് വെക്കാം. ഓർമ്മകൾ പുതുക്കാനാണെങ്കിൽ ഇവിടെ താമസിക്കരുത്. എന്താ പറ്റി? അല്ല, എന്തോ ഉണ്ട്. നീ സ്വപ്നം കണ്ട് ഭയന്നോ? വരൂ, നമുക്ക് കുറച്ചു നേരം പുറത്തിരിക്കാം. നല്ല കാറ്റ് അല്ലേ? കുറച്ച് ദിവസമായി ഞാൻ ശ്രദ്ധിക്കുന്നു, നീ ആകെ തകർന്നതുപോലെയുണ്ട്. എന്താണെങ്കിലും എന്നോട് പറഞ്ഞുകൂടെ? ഇല്ല, എനിക്കൊന്നുമില്ല. നിന്റെ മനസ്സ് നിന്റെ കണ്ണിൽ കാണാം. ഈ കണ്ണുകളുടെ മനങ്ങിയാൽ എനിക്കതിന്റെ അർത്ഥം മനസ്സിലാവും. പറയൂ, എന്താണ് നിന്റെ വിഷമം? എന്തോ എപ്പോഴും ഒരു പേടി. ഞാനുള്ളപ്പോഴും വേണമെങ്കിൽ ജോലി മുഴുവനും കളഞ്ഞ് മുഴുവൻ നേരവും ഞാൻ നിന്റെ കൂടെ ഇരിക്കാം. എന്റെ ഭാഗ്യം. നിന്റെ ഭാഗ്യമല്ല, എന്റെ ഭാഗ്യം. ദൈവം എനിക്ക് തന്ന നിധിയാണ് നീ. ജോണി, കുറച്ചു ദിവസമായി തനിച്ച് കാണണമെന്ന് വിചാരിക്കുന്നു. ഞാനും. ആ ഫോട്ടോ ഇപ്പോഴും കയ്യിലുണ്ടോ? ഉണ്ട്. ഇനിയും അത് സൂക്ഷിക്കുന്നത് തെറ്റല്ലേ?
ദൈവത്തെ ഓർത്ത് അതൊന്ന് നശിപ്പിച്ചൂടെ? അതെന്റെ കാമുകിയുടെ പടമാണ്. പക്ഷേ അവളിന്ന് മറ്റൊരുത്തിന്റെ ഭാര്യയാണ്. എന്റെ ഓർമ്മകളും സ്വപ്നങ്ങളും ആരും അറിയാതെ സൂക്ഷിക്കാൻ പോലും എനിക്ക് അവകാശമല്ലേ? അത് മറ്റുള്ളവരുടെ ജീവിതത്തെ തകർക്കുന്നതാണെങ്കിലോ? എല്ലാം തകർന്നുപോയ എന്നെ പത്നി മറന്നുപോയി. ഞാൻ മറന്നതല്ല. ഒരു സ്ത്രീക്ക് കഴിയാവുന്നിടത്തോളം പിടിച്ചു നിന്നവളാണ് ഞാൻ. പാവപ്പെട്ട ഒരു അമ്മ മാത്രം ആശ്രയമുള്ള ഒരു പെണ്ണിന് എത്ര കാലം അങ്ങനെ പിടിച്ചു നിൽക്കാൻ കഴിയും? അപ്പോൾ ഞാൻ തെറ്റിയതെന്നാണോ പത്നി പറയുന്നത്? എന്നെ എന്തിനിങ്ങനെ വേദനിപ്പിക്കുന്നു? വേദന ഹൃദയത്തിന്റെ വിശുദ്ധമായ ഭാഷയാണ്. നിന്റെ ഫോട്ടോ കത്തിച്ചു കളയാൻ പല പ്രാവശ്യം ഞാൻ ശ്രമിച്ചു, സാധിച്ചില്ല. ആ ഫോട്ടോ കത്തിച്ചു കളഞ്ഞാലും എന്റെ മനസ്സ് മുഴുവൻ നീ നിറഞ്ഞു നിൽക്കും. അങ്ങയുടെ ഓർമ്മയ്ക്ക് അന്നെന്റെ വിരലണിയിച്ച മോതിരം കല്യാണത്തിന് പള്ളിയിൽ പോകുന്നതിന് മുമ്പാണ് ഞാൻ ഊരിക്കളഞ്ഞത്. അപ്പോൾ വേദനിച്ചില്ലേന്ന് ചോദിക്കും. നല്ലവണ്ണം വേദനിച്ചു. പക്ഷേ മന്ത്രകോടിയുടെ നൂലിൽ കോർത്ത മിന്ന് എന്റെ കഴുത്തിൽ വന്ന് വീണപ്പോ ഞാനെല്ലാം മറന്നു. അന്ന് എന്നിലെ കാമുകി മരിച്ചു. നീ ഓർമ്മകൾ ജയിച്ചു, പക്ഷേ ഓർമ്മകൾ എന്നെ തോൽപ്പിച്ചു കളഞ്ഞു. എനിക്കൊന്നേ പറയാനുള്ളൂ. നിങ്ങൾ ഈ വീട്ടിൽ നിന്ന് പോണം. നിങ്ങളുടെ നല്ല കൂട്ടുകാരന് വേണ്ടിയെങ്കിലും. എനിക്കിഷ്ടമുണ്ടായിട്ടല്ല ഞാൻ ഇവിടെ താമസിക്കുന്നത്. പോകാൻ അവൻ സമ്മതിക്കണ്ടേ? നിങ്ങൾ ഈ വീട്ടിൽ താമസിക്കുന്ന ഓരോ നിമിഷവും ഇവിടെ ഒരു അഗ്നിപർവ്വതം പുകയുന്നത് പോലെയാണ്. നമ്മുടെ നെഞ്ചിലെത്തി എന്തിന് മറ്റുള്ളവരുടെ മനസ്സിലേക്ക് കൂടി കോരിയിടണം? ഞാൻ ഇന്ന് തന്നെ പോയേക്കാം, എത്രയും വേഗം.